ഇന്നത്തെ വീഡിയോ കംപ്ലീറ്റ് നമ്മുടെ കുഞ്ചുകുട്ടിക്കും അമ്മാളക്കുട്ടിക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നു. ഞങ്ങൾ ഇന്നിപ്പം ഒരു അടിപൊളി സ്ഥലത്താണ് വന്നിരിക്കുന്നത്. ഇപ്പൊ ഞങ്ങള് അക്വേറിയത്തില് വന്നിരിക്കുക. നമുക്ക് നേരെ അങ്ങോട്ട് പോവാം. ഇത് നമ്മുടെ മത്സ്യഫെഡിന്റെ, അതായത് അണ്ടർ വാട്ടർ അക്വേറിയം അല്ലേ, അണ്ടർ വാട്ടർ അക്വേറിയം. ഞങ്ങൾ അവിടെയാണ് വന്നിരിക്കുന്നത്. നമുക്ക് നേരെ അപ്പം അക്വേറിയത്തിലോട്ട് പോവാം. എന്താണ് ഇവിടെ സംഭവം എന്നുള്ള അറിഞ്ഞുകൂടാ. നമുക്കിപ്പോൾ ചെന്ന് നോക്കിയെങ്കിലേ അറിയത്തുള്ളൂ. ഇത് ഇങ്ങനത്തെ സംഭവം ഉണ്ട്. കുഞ്ചുകുട്ടിക്കും അമ്മാളക്കുട്ടിക്കും പോകണമെന്ന് പറയാം. അപ്പോൾ അതിനുവേണ്ടിയാണ് ഞങ്ങളിപ്പോൾ അതിനുവേണ്ടി ഇറങ്ങിയത്. ഓക്കെ, നമുക്കിവിടെ കയറുന്നതിന് ഏകദേശം 120 രൂപ ടിക്കറ്റ് ചാർജ് ഉള്ളത്. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ അതായത് വേൾഡ് മാർക്കറ്റ് കഴക്കൂട്ടത്തെ ലുലു മാളിനടുത്തായിട്ടാണ് ഈ സംഭവം ഉള്ളത്. ഇതിപ്പോൾ ഏകദേശം കുറേ നാളായി തുടങ്ങിയിട്ട്. ഇപ്പോൾ ഈ 2-ാം തീയതി വരെ ഉള്ളെന്നാണ് അറിവ്. അപ്പോൾ ഞങ്ങൾ അതുകൊണ്ട് പെട്ടെന്ന് വന്നതാണ്. ഇവിടെ നനയത്തൊന്നുമില്ലേ? ചേട്ടാ, ബെസ്റ്റ് റീൽ കോമ്പറ്റീഷൻസ്, മറൈൻ മിറക്കിൾസ്, അണ്ടർ വാട്ടർ അക്വാ ടണൽ, മികച്ച ഇൻസ്റ്റാഗ്രാം റീലുകൾ തയ്യാറാക്കി കൈനിറയെ സമ്മാനം നേടൂ. അടിപൊളി. അപ്പം പിന്നെന്ത് നോക്കാം, നമുക്ക് നല്ലൊരു റീല് നമുക്ക് ഒപ്പിക്കാം. നോക്കട്ടെ. മികച്ച ഇൻസ്റ്റാഗ്രാം റീലുകൾക്ക് നമുക്ക് അവിടെ സമ്മാനം ഉണ്ടെന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. അപ്പൊ അത് കണ്ടുകൊണ്ട് നോക്കിയതാ. ഓരോ മീനുകളുടെ പേര് എഴുതി വെച്ചിരിക്കുന്നത് കണ്ടിട്ട് കണ്ണും തള്ളി നോക്കിയിരിക്കുവോ ഞാന്. കാരണം ഓരോന്നും കണ്ടു കഴിഞ്ഞാലേ നമുക്ക് അത്ര വലിയ പിടി കിട്ടത്തില്ല. പഠിക്കാൻ വിടും സമയത്ത് പഠിക്കണം. എവളെ എനിക്കിട്ട് നല്ലൊരു പാര പറഞ്ഞിട്ടുണ്ട് കേട്ടോ. എഴുതി വെച്ചിരിക്കുന്നൊന്നും ഉറക്കം വായിക്കണ്ടത്. ചിലപ്പോ തെറ്റാവേ. അയ്യോ കൊള്ളാം. ഇതെല്ലാം മീമി, അത്രയും മതി. ബാക്കിയുള്ളത് ഞാൻ അവിടെ ചെന്നിട്ട് പറഞ്ഞുതരാം. ഇവിടെ ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ട് നമുക്ക് പറഞ്ഞുതരാം. അയ്യോ കൊള്ളാം. എന്തായാലും അതെന്താ സംഭവം? ആമയാണോ? ജീവനുള്ളതാണോ? എന്ന് പറഞ്ഞ എന്തോ? ഓ, വേസ്റ്റ് ഒക്കെ കഴിക്കുന്ന സക്കർ അല്ലേ? അടിപൊളി. ഇത് സക്കർ എന്ന് പറഞ്ഞ ഒരു മീനാ. എനിക്ക് സത്യം പറഞ്ഞ ഇതിന്റെ ഒന്നും പേരറിയത്തില്ല. ചേട്ടനൊക്കെ അറിയാം. അപ്പൊ അത് ഈ വേസ്റ്റ് ഒക്കെ തിന്നുന്നതാ. ഈ ടാങ്കിനകത്തെ വേസ്റ്റ് ഒക്കെ തിന്നുന്നതെന്നാ പറഞ്ഞത്. എങ്ങനെ? ഇത് ക്യാറ്റ് ഫിഷ് എന്ന് പറഞ്ഞ ഒരു മോഡലാണ്. ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത് അങ്ങനെയാണ്, ഗണ്ടർ ക്യാറ്റ് ഫിഷ് എന്ന് എഴുതി വെച്ചിരിക്കുന്നത്. സംഭവം കൊള്ളാം. ഞങ്ങൾ സത്യം പറഞ്ഞാൽ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് നല്ല മഴയായിരുന്നു. മഴയത്താ വണ്ടി ഓടിച്ചോണ്ട് വന്നേ. ഓ, ഇത് കണ്ടില്ലേ, ഇതൊരു ഭയങ്കര സംഭവമാണ് കേട്ടോ. പല നിറങ്ങളിലെ നല്ല ഭംഗിയാണ് കാണാൻ. എന്തായാലും മൊത്തത്തിൽ വെറൈറ്റി ഫിഷുകളാണ് ഇഷ്ടം പോലെ കേട്ടോ. അമ്മാളക്കുട്ടിയും കുഞ്ചുകുട്ടിയും എന്തായാലും ഇന്ന് അടിച്ച് പൊളിക്കും. കാരണം ഇത് പിള്ളേർക്കൊക്കെ നന്നായിട്ട് എന്റർടൈൻ ചെയ്യാൻ പറ്റും. ഇനിയൊരു ടണലുണ്ട്. ആ ടണലിനകത്തോട്ട് പോകണമെന്നൊക്കെ പറയുന്നേ. നമുക്ക് നോക്കാം. എന്തായാലും ഇന്നത്തെ വരവ് വേസ്റ്റ് ആയില്ല. നല്ല വൈബാ. ഇപ്പൊ കാണുന്ന ടൈഗർ ഫിഷ് എന്ന് പറയുന്ന ഒരു ടൈപ്പാണ്. ഇതിനെ സത്യം പറഞ്ഞാൽ കണ്ടിട്ട് കളർ മുക്കിയിട്ട് വരയിട്ട് വിട്ടിരിക്കുന്ന പോലെ ഉണ്ട്. അതായിപ്പോ ഞങ്ങളെല്ലാം ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ടൈഗറിന്റെ തൊട്ട് വരല്ലേ. അതിനാണ് ടൈഗർ ഫിഷ്. അതിനെ വെള്ളം വീണോണ്ടിരിക്കാനോ വേണ്ട. വെള്ളം വീണോണ്ടിരിക്കുക കണ്ട. ഇതും വെച്ചിട്ടുണ്ട്. പിന്നെ
എന്തായാലും വിപുലമായ സജ്ജീകരണങ്ങളാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് കേട്ടോ. കാരണം ഈ ഫിഷ് ടാങ്ക് ഉണ്ടാക്കുന്നതിന് തന്നെ നല്ല ബുദ്ധിമുട്ടാണ്, നമുക്ക് കണ്ടാൽ തന്നെ അറിയാം. അപ്പം ഇത്രയും മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണമെങ്കിലേ വിപുലമായ സൗകര്യങ്ങളും അറേഞ്ച്മെൻറ്റുകളും ഒക്കെ ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. എന്തായാലും പൊളിച്ച്. ഇത് വൈറ്റ് ഓസ്കാർ എന്ന് പറയുന്ന ഒരു സാധനമാണ്, കണ്ടില്ലേ? വെള്ളത്തിൽ പിന്നെ ഓക്സിജന്റെ ലെവൽ ക്രമീകരിക്കാനുള്ള ഉപകരണങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് എൻ്റെ പൊന്നോ ഒന്നും പറയണ്ട, നല്ല ഗംഭീര സെറ്റപ്പ് കേട്ടോ. അടിപൊളി. സത്യം പറഞ്ഞാൽ ഇതൊക്കെ കടലിലെ മീനുകളാണ് കൂടുതലും, വെറൈറ്റി മീനുകളാണ്. അയ്യോ കൊള്ളാം. സത്യം പറഞ്ഞാൽ ഇത് വന്ന് കണ്ടിട്ട് കണ്ണ് വെള്ളി നിൽക്കുക നമ്മളെല്ലാവരും കേട്ടോ. ഇനിയിപ്പോൾ ഒരു ടണലുണ്ട്, ആ ടണലിനകത്തോട്ട് കയറി പോകുമ്പോൾ ഇതിലൊക്കെ ഗംഭീരമാണെന്നാ. ഇതങ്ങോട്ട് കഴിയുമ്പോൾ നമുക്ക് പോവാം അങ്ങോട്ട്. കണ്ടില്ലേ, ഇതൊരു കറുത്തിരിക്കുന്ന കരിമീനായിരിക്കും. അല്ലല്ല, ഇത് കരിമീനൊന്നും ഇതിനകത്തില്ല. നമ്മൾ ഈ എല്ലാം അക്വേറിയം ഫിഷുകളാണ് കൂടുതലും ഉള്ളത്. എല്ലാം അത് തന്നെയാണ് കംപ്ലീറ്റ് സെറ്റപ്പാണ് കേട്ടോ. ഇതാണ് ഏഞ്ചൽ അല്ലേ? മോളിൽ കിടക്കുന്നല്ല. അടിപൊളി കേട്ടോ. എന്തായാലും കിടിലം വർത്തായി വന്ന എന്തായാലും കാര്യമായി. അല്ല ഇതുവഴിയല്ലേ കേട്ടോ. അങ്ങനെ ഞങ്ങൾ ടണലിലോട്ട് പ്രവേശിച്ചു. ഇതുണ്ടല്ലേ ടണൽ എന്ന് പറയുമ്പോൾ അതിൻ്റെ മോൾ ഭാഗത്തും എല്ലാം കംപ്ലീറ്റ് മൊത്തത്തിൽ കവർ ചെയ്ത് നിൽക്കുക. നമ്മളൊരുമാതിരി കടലിനടിയിൽ ചെന്നിട്ടേ നിൽക്കുന്ന ഒരു ഫീലിങ്സാണ് ശരിക്കും പറഞ്ഞാൽ ഉണ്ടാകുന്നത്. അടിപൊളി സൂപ്പർ സെറ്റപ്പ് കേട്ടോ. ഇത് ഈ എന്താ പിരാനയല്ല, വേറെന്തോ ഒരു പേര് പറഞ്ഞായിരുന്നു, എന്തോ ഞാൻ ഓർക്കുന്നില്ല. അങ്ങനത്തെ മീനുകളും ഒക്കെ ഉണ്ട്. എന്ന് പറഞ്ഞാൽ കടിക്കുന്നേ ഈ രക്തം കണ്ടാൽ പെട്ടെന്ന് ഓടി ആക്രമിച്ച് വരുന്ന മീനുകളുണ്ടല്ലോ. അതിൻ്റെ പല്ലൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് സത്യമായ പേടി വരും. കൊള്ളാം. ഇത് കുട്ടികളെ കൊണ്ടൊക്കെ നമുക്ക് ഏറ്റവും വരാൻ പറ്റിയൊരു സ്പോട്ടാണ് കേട്ടോ. പക്ഷെ ഇത് ഉടനെ തീരും, 2-ാം തീയതി വരെ ഉള്ളൂ. കിടിലൻ വൈബ് എന്നും പറയാ കിടിലൻ വൈബാ. ഈ കണ്ണാടി കൂടുകൊണ്ട് തന്നെ ഈ സത്യം പറഞ്ഞാൽ ഈ ടണൽ ഉണ്ടാക്കിയിരിക്കുന്നത്. അതിനകത്തോട് നടന്നു പോകാൻ ഒരു പ്രത്യേക രസമാണ്. അതിന് പേടിയൊന്നുമില്ല കേട്ടോ. അത് ആൾക്കാരെ കണ്ടുകൊണ്ട് പരിചയമായി. നല്ല സൂപ്പർ വൈബ് എന്ന് പറയുമ്പോൾ കിട്ടില്ല വൈബ്. അടിപൊളി. ഇതിനകത്തെത്തിയപ്പോഴാണ് കുറച്ചുകൂടെ എഫക്റ്റീവായി അല്ലേ? ഇവിടെ ഞങ്ങൾ വന്നപ്പോൾ കണ്ടില്ലേ സക്കർ എന്ന് പറയും, നമ്മൾ മുമ്പേ കണ്ടില്ലേ, അവൻ ശരിക്കും പിന്നെ ഈ വേസ്റ്റ് തിന്നുന്നത് നമുക്ക് കറക്റ്റായിട്ട് കാണാൻ പറ്റും. ഗ്ലാസിനോട് ചേർന്ന് ഇങ്ങനെ വേസ്റ്റ് ഒക്കെ പരി പിടിച്ചിരിക്കുക. അപ്പൊ അതിങ്ങനെ വന്നിങ്ങനെ മുഖം ഇങ്ങനെ അടുപ്പിച്ച് വെച്ചിട്ടേ ഇങ്ങനെ സക്ക് ചെയ്ത് അതെടുത്ത് വേസ്റ്റൊക്കെ കഴിക്കുന്ന കാണാൻ നല്ല ഭംഗി കേട്ടോ. ഈ ഗ്ലാസ്സിലൊക്കെ നല്ലതുപോലെ കുറച്ചുകൂടെ വിസിബിൾ ആയിരുന്നെങ്കിൽ, നല്ല പൊടി പറ്റി പിടിച്ചിരിക്കുന്നു, കുറച്ചുകൂടെ വിസിബിൾ ആയിരുന്നെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ നന്നായിട്ട് കാണാൻ പറ്റിയേനെ. സക്കർ ഉണ്ടെങ്കിലും വീണ്ടും പൊടിയൊക്കെ പറ്റി പിടിച്ചിരിക്കുക. എന്തായാലും സക്കറിന് കോളാം, ഇഷ്ടം പോലെ വേസ്റ്റ് ഉണ്ട്. അയ്യോ തിന്നുന്ന തീറ്റ ഉണ്ടല്ലേ.
അയ്യോ കൊള്ളാം. വേണ്ട, വേറൊരുത്തൻ താഴെ കിടക്കുന്നു. അവിടെ കിടന്നുള്ള പരാക്രമങ്ങളാ. ഇപ്പൊ കുറേ ദിവസമായില്ലേ ഇതിനകത്ത് ഷോ തുടങ്ങിയിട്ട്, അതുകൊണ്ടായിരിക്കും ഈ വെള്ളം കുറച്ച് മങ്ങി. ആദ്യം വന്നവരെ ഒന്നും നമ്മൾ പരിചയപ്പെട്ടില്ല, അല്ലെങ്കിൽ അറിയാൻ പറ്റിയേനെ കുറച്ചുകൂടെ ക്ലിയർ ആയിരുന്നേ. ഇത് വെള്ളം കുറച്ചുകൂടെ ക്ലിയർ ആയിരുന്നു കണ്ടല്ലോ, സൂപ്പർ ആയിരുന്നേ. ഇതിലൊക്കെ സൂപ്പർ ആയിരുന്നേ, കാരണം നമുക്ക് കുറച്ചുകൂടെ വ്യൂ അങ്ങ് അകത്തോട്ട് കാണാൻ പറ്റിയേനെ. ഇപ്പം അത്ര അങ്ങ് വ്യൂ കിട്ടുന്നില്ല, കാരണം ഇഷ്ടം പോലെ ഉണ്ട്. നമ്മൾ ഈ കാണുന്നത് പോലെ അല്ല കേട്ടോ, അങ്ങ് ഉള്ളിലോട്ടുണ്ട് മീനുകൾ ഇഷ്ടം പോലെ ഉണ്ട്. ഉഫ്, അടിപൊളി. ഇവിടെ കണ്ടില്ലേ കളർ ലൈറ്റിംഗ് ഒക്കെ കൊടുത്തിട്ട് വേറൊരു വെറൈറ്റി ഒരു ഫീലിങ്സ് ആണ് ഇവിടെ, കണ്ടോ? അയ്യോ, ഒരുമാതിരി ഇല്ലേ നമ്മളെ എന്താ ഈ സ്വർഗത്തിലൊക്കെ ചെന്ന് നിൽക്കുന്ന ഒരു ഫീലിങ്സ്, പല വെറൈറ്റി കളറില് ചില സിനിമയിലൊക്കെ കാണുന്ന പോലെ. ഈ ആ കടലിനടിയിൽ വേറൊരു ലോകം ഉണ്ടെന്നൊക്കെ പറയുന്ന പോലെ ആ ലോകത്ത് ചെന്ന് നിൽക്കുന്നത് പോലുള്ള ഒരു അവസ്ഥ. സൂപ്പർ. വെള്ളത്തോട് കൂടി ഇതിനെല്ലാം ആദ്യമേ സെറ്റ് ചെയ്തൊരു ഇതിനകത്താക്കുമായിരിക്കും, വാട്ടർ ഇതിനകത്താക്കുമായിരിക്കും. ചോദിച്ചോ? കൂടെ പോണോ കൊണ്ടുപോയി? കൂടെ പോണോ ഒന്ന് കൊണ്ടുപോയി? അതെ, കൊണ്ടുപോകുന്ന അത് മുതുക്കന്മാർക്കുള്ളതല്ല, ഒന്ന് മാറിക്കോ. കൊച്ചു പിള്ളേർക്കുള്ള അത് മുതുക്കന്മാർക്കുള്ളതല്ല, കൊച്ചു പിള്ളേർക്കുള്ളതാ. മാറിക്കോ. നമ്മൾ അഭിനയിച്ച് തകർക്കുക, കണ്ട? ഓ, ഇത് ലൈറ്റ് മാറുന്നുണ്ട് കേട്ടോ ഇതിനകത്ത്. അവളെ കറക്റ്റ് പൊസിഷനിങ്. എന്റെ ആഗ്രഹം നീ എങ്ങനെ മത്സ്യകന്യകൻ. വരും മത്സ്യകന്യക. എങ്കിലും ബാക്കി മത്സ്യങ്ങളെ കാണാം. മത്സ്യങ്ങളെ കാണാൻ നേരത്തെ കണ്ടതാ, ഇതെല്ലാം കണ്ടതാണോ? ഈ രണ്ടാം തീയതിത്തെ ഷോ കഴിഞ്ഞിട്ട് വേറൊരിടത്ത് ഇനി അടുത്ത ഷോ നടക്കാൻ പോന്നേ. അപ്പൊ ഇതിനെല്ലാം എങ്ങനെ കൊണ്ടുപോകുന്നുള്ളതാണ് ഞങ്ങളിങ്ങനെ ആലോചിച്ചോണ്ടിരുന്നത്. സത്യം പറഞ്ഞ ഒരു സംഭവം സത്യമാണ്, തമാശയായിട്ട് പറഞ്ഞതാണെങ്കിലേ ഇതിനെല്ലാം കൂടെ എങ്ങനെ കൊണ്ടുപോകുന്നുള്ളതാണ്. അത് നമുക്ക് പിന്നീട് ആരെങ്കിലും ചോദിച്ച് മനസ്സിലാക്കാം. ഓസ്കാർ അവാർഡ് കിട്ടിയ സാധനം ഇത്. പിള്ളേർക്ക് വരെ ഞാൻ കളി അത് മനസ്സിലായി. ഓസ്കാർ എനിക്കാണ് തരേണ്ടത്, ചേട്ടനെ സഹിക്കട്ടെ. സഹനത്തിനൊരു ഓസ്കാർ ഉണ്ട്. ഓസ്കാറിന് പേരിടണ്ടേ അല്ലേ? അപ്പൊ എന്തായാലും ഓസ്കാറായിട്ട് ബന്ധമുണ്ട്. അത് കറക്റ്റാണ്. അങ്ങനെ ഈ ട്രോഫിയുടെ കളർ ഇങ്ങനെയാണോ? ഞാൻ ഇതൊരു ഈ ഓസ്കാർ കണ്ടിട്ടില്ല കേട്ടാ, ഇനി അത് കാണേണ്ടിയിരിക്കുന്നു. ഓസ്കാർ ട്രോഫി ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഇതിനകത്തെല്ലാം അതിനനുസരിച്ചുള്ള കല്ലുകൾ നോക്കിയിട്ടുണ്ട്. ഇപ്പൊ കണ്ടത് ഓസ്കാർ എന്ന് പറയുന്നൊരു മീനാ. നേരത്തെ നമ്മളൊരു വൈറ്റ് ഓസ്കാറിനെ കണ്ടായിരുന്നു. ഇപ്പം വേറൊരു ഓസ്കാറിന് മാത്രമേ ഉള്ളൂ, വൈറ്റ് ഇല്ല. അത് വൈറ്റ് അല്ല. അപ്പം അതുകൊണ്ടായിരിക്കും ഓസ്കാർ ട്രോഫിക്കുമായിട്ട് ബന്ധമുണ്ടെന്നൊക്കെയാണ് പറയുന്നത്. അറിയാൻ വയ്യ, ഇത് കറക്റ്റ് അതിന് പേര് വന്നത് എങ്ങനെയാണെന്ന് അറിയാവുന്നവരുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ഒന്ന് ഇട്ടാക്കണം കേട്ടോ. പിന്നെ ഇവിടെ വേറെ വെറൈറ്റി ടൈപ്പ് മീനുകളൊക്കെ കണ്ടു, പക്ഷെ അതിനെ കണ്ടെങ്കിലും അതിൻ്റെ ഒന്നും പേര് കറക്റ്റായിട്ട് ക്ലിയർ ആയിട്ട് എഴുതി വെച്ചിട്ടില്ല, നമുക്കത് കാണാൻ പറ്റുന്നില്ല കേട്ടോ ക്ലിയർ ആയിട്ട്. ഇതിന്റെ മുന്നേ വന്ന് നിൽക്കുന്നത് കുഞ്ചു കറക്റ്റ് കുഞ്ചു. കുഞ്ചു നിന്നെ പോലെ കണ്ണം തള്ളി. കുഞ്ചു സ്റ്റൈൽ, കുഞ്ചു സ്റ്റൈൽ. കറന്നിരിക്കുന്നു
ഒരു വൈറ്റും ഒരു ബ്ലാക്കും ഉണ്ട്. പക്ഷെ കടന്ന് ഇത്രയായിരുന്നു ഏകദേശം. അല്ല അതെ എന്തോന്നാ തോന്നുന്നു ഇതൊക്കെ കറി തോന്നുന്നില്ലേ? ഇല്ല ഇതൊന്നും അറിയൊന്നും പറ്റില്ല. അത് അലങ്കാര മത്സ്യമാണോ? അലങ്കാര മത്സ്യങ്ങളാ ഇതെല്ലാം. അവിടെ ഞങ്ങളെല്ലാവരും കൂടെ ഒരു ചെറിയ തർക്കമായി. ഇത് അലങ്കാര മത്സ്യമാണെന്ന് ഞാൻ പറയുന്നു, ബാക്കിയുള്ളവർ 2 പേര് അതിനകത്ത് പറയുന്നത് ഇത് കറി വയ്ക്കാനും എടുക്കുമെന്നാണ് പറയുന്നത്. അതെനിക്ക് അറിഞ്ഞുകൂടാ, കാരണം അതിനെക്കുറിച്ച് ഗവേഷണം നടത്തേണ്ടിയിരിക്കുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നത് അലങ്കാര മത്സ്യം തന്നെ കേട്ടോ. ഞാൻ പറഞ്ഞായിരിക്കും ശരി മിക്കവാറും. അയ്യോ, ഇവിടെ ഒരു യമണ്ടനൊരു എണ്ണം കേട്ടോ, എൻ്റെ അമ്മൂ. ചെറിയ മീനുകളുടെ കൂടെ ഇതിടാൻ പറ്റത്തില്ല. ഇത് കടി അതുകൊണ്ട് ഇതെന്ന സാധനം അല്ല ചെറിയ മീനുകളൊക്കെ ഇവിടെ സാപ്പിട്ടുള്ളൂ. ഇത് കഴിക്കും. ഇതിന്റെ ഭക്ഷണം അത് തന്നെ മറ്റു മീനുകളാണ്, പച്ചക്ക് ഇട്ട് കൊടുക്കണം എന്ന് എനിക്ക് തോന്നുന്നു. ഏതാ? സീബ്ര. ഈ തിലാപ്പിയ എന്ന് പറയുന്നത് കറി വയ്ക്കുന്നതല്ലേ? ഇതൊക്കെ കറി വയ്ക്കുന്നതൊക്കെയാ. അല്ല ഇത്രയും കാര്യമായിട്ട് ഇത് വല്ലതും നീ ഏതെങ്കിലും തിന്നുമോ? ഇല്ലല്ലോ. തിന്നത്തില്ല, അതുകൊണ്ടാണല്ലോ നമുക്ക് അറിഞ്ഞുകൂടാത്തത്. കഴിക്കുന്നവർക്കല്ലേ കറക്റ്റ് അറിയാം. സുബിയെ പൊക്കിയ കറക്റ്റ് അറിയാമോ? ഏത് കഴിക്കുക ഏത് കഴിക്കില്ലെന്ന്. അല്ല അവനോട് ചോദിച്ചാൽ അവന് എന്തിനാ ഇതിന്റെ പരിപാടി അറിയാമോ? പിന്നെ ഇവിടെ ഇപ്പം കണ്ടത് സീബ്ര എന്ന് പറഞ്ഞൊരു ഫിഷാ. പക്ഷെ എന്നാലും ഞങ്ങൾ തർക്കം അങ്ങനെ നിർത്തിയിട്ടില്ല, തർക്കം മുറിയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് മിക്കവാറും അറിയാവുന്ന ആരെങ്കിലും കണ്ട് ചോദിച്ചിട്ട് ഇന്ന് ഞങ്ങൾ വീട്ടിൽ പോകത്തുള്ളൂ. കാരണം അത് അറിയണമല്ലോ സംഭവം എന്താന്നുള്ളത്. എന്നെനിക്ക് തോന്നുന്നു. അതുകൊണ്ട് എന്റെ പല്ലുണ്ടോ? സോറി. അവളെ കൈ തട്ടി. അതുകൊണ്ട് ഇതിന്റെ പല്ലുണ്ടോ? ഭയങ്കര നേരത്തെ വാദം. അല്ല അവന്റെ പല്ല് ഭയങ്കര ഡേഞ്ചറസ് അല്ലേ? അതാണ് അത് വാതുറക്കുന്നത്. ഇത് അരാപ്പൈമ എന്ന് പറഞ്ഞൊരു സാധനമാണ്. സത്യം പറഞ്ഞാൽ ഇതിൽ കണ്ടില്ലേ, ഇതിനെ കൊച്ചു മീനുകളുടെ കൂടെ ഒന്നും ഇടാൻ പറ്റത്തില്ല. കാരണം വേറെ കുഴപ്പമൊന്നുമില്ല, പിന്നെ ടാങ്കിനകത്ത് വേറെ മീനൊന്നും കാണത്തില്ല. ഇതെല്ലാത്തിനും അടിച്ചു പെരുക്കും. കുറച്ച് ആക്രമണകാരിയാണ് സത്യത്തിൽ. അപ്പോൾ എൻലെസ് ജേണി ബൈ ദീപുവിൻ്റെ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടെ വെച്ച് നിർത്തുന്നു. കാരണം അക്വേറിയത്തിൻ്റെ ബാക്കി വിശേഷങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും പങ്കുവയ്ക്കാം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഓക്കെ, ബൈ.